രാഹുൽ ഗാന്ധി എംപി സ്ഥാനത്ത് നിന്നും അയോഗ്യനാക്കിയതിനെ രാജ്യത്ത് ഇന്നും പ്രതിഷേധം തുടരും. രാജ്യവ്യാപകമായി സേവ് ഡെമോക്രസി എന്ന പേരിൽ പ്രതിഷേധം സംഘടിപ്പിക്കുവാൻ കഴിഞ്ഞ ദിവസം ചേർന്ന കോൺഗ്രസ് നേതാക്കളുടെ യോഗത്തിൽ AICC തീരുമാനിച്ചിരുന്നു. അതേസമയം രാഹുൽ ഗാന്ധി ഇന്ന് മാധ്യമങ്ങളെ കാണും. ഉച്ചയ്ക്ക് 1 മണിക്ക് AICC ആസ്ഥാനത്താണ് പത്രസമ്മേളനം. വിവരങ്ങളുമായി എബി ജോൺ തോമസ് ചേരുന്നുണ്ട്. എബി, കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി അയോഗ്യനാക്കിയതിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇന്ന് രാജ്യവ്യാപകമായി തന്നെ പ്രതിഷേധം സംഘടിപ്പിക്കുവാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. എന്താണ് വിവരങ്ങൾ? ഗീസ് ഇന്നെല്ലാവരും ഉറ്റുനോക്കുന്നത് ഉച്ചയ്ക്ക് 1 മണിക്ക് രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം തന്നെയാണ്. അദ്ദേഹം ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി മാധ്യമങ്ങളെ കാണുകയാണ്. ഈ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം ആദ്യമായിട്ട് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്റെ നിലപാട് അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന് അഭിപ്രായം പറയുക എന്ന് തന്നെയാണ്. എന്താണ് രാഹുൽ ഗാന്ധിക്ക് പറയാനുള്ളത് എന്ന് കേൾക്കുന്നതിന് വേണ്ടി തന്നെയാണ് രാജ്യം തന്നെ കാതോർത്തിരിക്കുന്നത്. അപ്പോൾ ആ ഉച്ചയ്ക്ക് 1 മണിക്ക് നടക്കാനിരിക്കുന്ന വാർത്താ സമ്മേളനം തന്നെയാണ് എല്ലാവരുടെയും ഒരു ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ രാജ്യമെമ്പാടും ഈ ഒരു വിഷയത്തിൽ ഉയർത്തിക്കൊണ്ട് വരിക എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം. കഴിഞ്ഞ ദിവസം സംബന്ധിച്ചുള്ള തീരുമാനങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോഴും അത് സംബന്ധിച്ച കൂടിയാലോചനകൾ നടക്കുന്നുണ്ട്. ഏത് തരത്തിൽ വേണം ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുക. കാരണം എല്ലാ പാർട്ടികളും തെരുവിലിറങ്ങി ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുക എന്നത് ഒരുപക്ഷെ ശ്രമകരമായൊരു ജോലി തന്നെയാവും. അതേസമയം തന്നെ കോൺഗ്രസിന് ശക്തിയുള്ള കേന്ദ്രങ്ങളിൽ, കോൺഗ്രസ് ഭരിക്കുന്ന ഇടങ്ങളിൽ, ഒപ്പം തന്നെ കോൺഗ്രസിന് ശക്തിയുള്ള ഇടങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുക, ബഹുജന പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുക എന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെ ഒരു തീരുമാനമായിട്ട് ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളെല്ലാം തന്നെ നമ്മൾ കാണുകയുണ്ടായി. ഒപ്പം തന്നെ ഛത്തീസ്ഗഡ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുകയും BJP കോൺഗ്രസ് സംഘർഷം ഉൾപ്പെടെ ചില സ്ഥലങ്ങളിലെങ്കിലും ഉണ്ടാവുന്ന സാഹചര്യങ്ങളൊക്കെ തന്നെ നമ്മൾ കാണുകയുണ്ടായി. അതിന് സമാനമായ രീതിയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് പോകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഇതിൻ്റെ ഒരു നിയമ സാധ്യത എങ്ങനെയാണ്, എങ്ങനെ ഇതിനെ നിയമപരമായി നേരിടാൻ കഴിയും എന്നതിനെക്കുറിച്ചുള്ള വലിയ രീതിയിലുള്ള ആലോചനകൾ നടക്കുന്നുണ്ട്. കാരണം സൂറത്തിലെ കോടതിയിൽ ഒരു വീഴ്ച സംഭവിച്ചിട്ടുള്ളത് കോൺഗ്രസ് തന്നെ സമ്മതിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇനി മേൽക്കോടതികളെ സമീപിക്കുമ്പോൾ അത്തരത്തിലുള്ള വീഴ്ചകളൊന്നും തന്നെ ഉണ്ടാവാൻ പാടില്ല. ആ ഒരു കരുതലോടുകൂടിയുള്ള നീക്കം തന്നെയാവും കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുക. അതിനുവേണ്ടി വലിയൊരു നിര തന്നെയാണ് 5 അംഗ സമിതിയെ തന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നതാണ്. മുതിർന്ന അഭിഭാഷകർ P. ചിദംബരം ഉൾപ്പെടെയുള്ള മുതിർന്ന അഭിഭാഷകരെല്ലാം തന്നെ ഈ ഒരു സംഘത്തിലുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ നിയമപരമായി തന്നെ ഇതിൻ്റെ ഒരു വിജയം നേടുക എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസിൻ്റെ നീക്കം. ഒപ്പം വയനാട് നിയോജക മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള ആലോചനകൾ കൂടി നടക്കുന്ന അല്ലെങ്കിൽ ചർച്ചയാവുന്ന ഒരു സാഹചര്യമാണ്. വയനാട് ഒരു മണ്ഡലവും ഒഴിച്ചിടേണ്ടതില്ല എന്നൊരു തീരുമാനം തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ളത്. കാരണം കഴിഞ്ഞ സമയങ്ങളിൽ മുതൽ അത്തരത്തിലൊരു നിലപാടിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു നിലപാട് തന്നെയാവും വയനാടിൻ്റെ കാര്യത്തിലും ഉണ്ടാവും. കഴിഞ്ഞ ഇടയ്ക്കാണ്, ഒരുപാട് പഴക്കമില്ല, ലക്ഷദ്വീപിലെ സംഭവം ഉണ്ടായതിനു ശേഷം ഫൈസലിൻ്റെ കാര്യത്തിലാണെങ്കിലും അത്തരത്തിലൊരു അയോഗ്യത വന്നതിന് തൊട്ട് പിന്നാലെ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതിനുശേഷം വീണ്ടും ഹൈക്കോടതിയിൽ തന്നെ ആ ഒരു വിധിക്ക്